മറ്റു വാർത്തയിലേക്ക് ഗാസയിൽ സ്ഥിരമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക 15-ൽ 14 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ കരയാക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് UN വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത്. അതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ കരയുദ്ധവും ആകാശയുദ്ധവും കനക്കുകയാണ്. ഗാസയിൽ ഇന്നലെ മാത്രം 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 4 കുട്ടികൾ പട്ടിണി കാരണം മരിക്കുകയായിരുന്നു. ഗാസ സിറ്റിയെ കൂടാതെ ദൈറുൽ ബലാ നഗരത്തിലേക്കും ഇസ്രായേൽ സൈന്യമെത്തി. MJ മിഥുൻ വിവരങ്ങൾ നൽകും. മിഥുൻ വിശദാംശം. ഭവ്യ, ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഗാസ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരയുദ്ധം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വടക്ക് കിഴക്കൻ മേഖലയിലും ഒപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖലയും കേന്ദ്രീകരിച്ച് വളഞ്ഞുള്ള ഒരു ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സർവ്വസന്നാഹത്തോടുകൂടി ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, ഒപ്പം തന്നെ വ്യോമാക്രമണവും ഇതിന്റെ ഭാഗമായി നടക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്, ഞങ്ങളോട് പറയുന്നു നിങ്ങൾ തെക്കോട്ടേക്ക് നീങ്ങാൻ, അതിനുവേണ്ടി പടിഞ്ഞാറൻ ഭാഗത്തോടുകൂടി അൽ റാഷിദ് പാത തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ആ അൽ റാഷിദ് പാതയിലൂടെ തെക്കൻ ഗാസയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. പക്ഷേ അൽ റാഷിദ് മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പലരും മരിച്ചു വീഴുന്ന സാഹചര്യം, അത് പട്ടിണി മൂലവും ഒപ്പം തന്നെ ഭക്ഷണം ലഭ്യമല്ലാത്തത് മൂലവും ഒപ്പം തന്നെ ആ മേഖലയിൽ രൂക്ഷമായ വ്യോമാക്രമണം നടക്കുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സുരക്ഷിതമല്ലാത്ത ഇടത്തേക്ക് ഞങ്ങൾ എന്തിനു പോകണം എന്നുള്ള ചോദ്യം ഇതിൽ ഭൂരിഭാഗം ജനങ്ങളും ചോദിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു പാത തുറന്നിട്ട് മണിക്കൂറുകളായിരിക്കുന്നു. ഇതിനിടയിൽ ഏകദേശം 1 ലക്ഷത്തോളം പേർ പലായനം ചെയ്തതായിട്ടുള്ള അനൌദ്യോഗിക വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയും 7 ലക്ഷത്തോളം ആളുകൾ വടക്കൻ ഗാസയിലും ഗാസ സിറ്റിയിലുമൊക്കെയായി ഉണ്ട് എന്നുള്ളതാണ്. വടക്കൻ ഗാസ പൂർണ്ണമായും ഒറ്റപ്പെട്ട തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്ത് കേന്ദ്രീകരിച്ചാണ് സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഇപ്പോഴും സൈന്യം വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഏകദേശം 2 മാസം മുതൽ 3 മാസം വരെ സമയം വേണ്ടിവരും. ഇത്തരത്തിൽ പൂർണ്ണമായും ഒരു കീഴടങ്ങലിലെ അല്ലെങ്കിൽ ഹമാസിന്റെ അംഗങ്ങളെ മുഴുവൻ വകവരുത്തിക്കൊണ്ട് ഗാസ പൂർണ്ണമായും ഏറ്റെടുക്കാൻ ഈ 3 മാസത്തോളം സമയം വേണ്ടിവരുമെന്നുള്ള ഒരു വിശദീകരണമാണ് സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, മനുഷ്യരാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ മനുഷ്യക്കുരുതി തന്നെയാണ്, മനുഷ്യഹത്യ തന്നെയാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് മരണപ്പെടുന്നത്. 65,000-ന് മുകളിലേക്ക് മരണസംഖ്യ ഉയർന്നൊരു പശ്ചാത്തലം. അതിനും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അനൌദ്യോഗിക വിവരങ്ങൾ കൂടിയുണ്ട്. പലരും ആയിരങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം, മരണപ്പെട്ട് മണ്ണിനടിയിലാണ്. പല കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ അതിനടിയിൽ നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം. കൂടാതെ ജീവിച്ചിരിക്കുന്നവർ ഇപ്പോഴും സ്വന്തം ജീവൻ കയ്യിലൊതുക്കിക്കൊണ്ട് പലായനം ചെയ്യുന്ന ആളുകൾ, അതെല്ലാം മറിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു പോയാൽ പോലും മരണപ്പെടുന്ന സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ തെക്കൻ ഗാസയിൽ ആളുകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലായനം ചെയ്തു വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെന്റുകളിലായി നിരവധി പേർ കഴിയുന്ന സാഹചര്യം. അവിടെ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ്. ഒപ്പം തന്നെ വെള്ളം പോലും ലഭിക്കാത്ത സ്ഥിതിവിശേഷം. അവിടെയും ആക്രമണം രൂക്ഷമാണ്. ടെന്റുകളിലൊക്കെ ബോംബ് വന്ന് പതിക്കുന്ന സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാതെ തങ്ങളുടെ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ മരിച്ചു വീഴുന്നതല്ലേ ഇതിലും ഭേദം നല്ലത് എന്നുള്ള ചോദ്യമാണ് ഇവർ നിസ്സഹായരായി പറയുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ, ഒപ്പം തന്നെ അച്ഛനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ UN രക്ഷാസമിതിയിൽ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൽ 15 രാജ്യങ്ങളിൽ 14 പേരും അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അമേരിക്ക അത് വീറ്റോ ചെയ്തിരിക്കുന്നു, പ്രമേയത്തെ വീറ്റോ ചെയ്തിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്ക ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല ഈ നടപടി അവസാനിപ്പിക്കാൻ എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നത് കൂടിയാണ് ഈ ഒരു നടപടിയിലൂടെ മനസ്സിലാകുന്നത്. MJ മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കിഴക്കൻ റഷ്യയിൽ ശക്തമായ ഭൂകമ്പം. ഇന്ന് പുലർച്ചെയാണ് റഷ്യയിലെ കംചാറ്റ്സ്കി മേഖലയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. Hola.